സ്ഥിരം മദ്യപാനിയായ ഭർത്താവിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തി. ചെവിയിൽ കീടനാശിനി ഒഴിച്ചാണ് ഇരുവരും ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഒരാളെ എങ്ങനെ കൊല ചെയ്യാമെന്ന യൂട്യൂബ് വീഡിയോ നോക്കിയാണ് ഭാര്യ രമാദേവി പഠിച്ചത്. തുടർന്ന് കാമുകൻ്റെ സഹായത്തോടെ അവർ കൊലപാതകം നടപ്പിലാക്കുകയും ചെയ്തു. തെലങ്കാന കരിംനഗറിലെ ലൈബ്രറി ജീവനക്കാരനായ സമ്പത്ത് എന്ന 45-കാരനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഭാര്യ രമാദേവി, കാമുകൻ രാജയ്യ, സുഹൃത്ത് ശ്രീനിവാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്യാസക്തനായ സമ്പത്ത് പതിവായി മദ്യപിച്ച് വീട്ടിലെത്തി വഴക്കുണ്ടാക്കുമായിരുന്നു. രമാദേവി ഒരു ചായക്കട നടത്തുന്നുണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് 50-കാരനായ രാജയ്യയെ രമാദേവി ആദ്യമായി കണ്ടുമുട്ടുന്നത്. പിന്നീട് സ്ഥിരം കടയിലെ സന്ദർശകനായ രാജയ്യയുമായി രമാദേവി അടുത്തു. രണ്ടുപേരും പ്രണയത്തിലാകുകയും ചെയ്തു. പ്രണയത്തിലായതോടെ മുഴുക്കുടിയനായ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന ചിന്തയായി. തുടർന്നാണ് രമാദേവി ഇയാളെ കൊലപ്പെടുത്താൻ തീരുമാനമെടുത്തത്. കൊല്ലാനുള്ള വഴികൾ ഓൺലൈനിൽ തപ്പി. യൂട്യൂബിൽ നിന്നും ചെവിയിൽ കീടനാശിനി ഒഴിച്ച് കൊല്ലുന്ന വീഡിയോ കണ്ട് അങ്ങനെ കൊല്ലാൻ അവർ തീരുമാനിച്ചു. ഇക്കാര്യം കാമുകനുമായി പങ്കുവച്ചു. രാജയ്യ തൻ്റെ സുഹൃത്തായ ശ്രീനിവാസയുമായി ചേർന്ന് സമ്പത്തിനെ കൊല്ലാൻ പദ്ധതിയിട്ടു. പദ്ധതി പ്രകാരം കൊലപാതക ദിവസത്തെ രാത്രി രാജയ്യയും ശ്രീനിവാസനും സമ്പത്തിനെ ബൊമ്മക്കൽ ഫ്ലൈ ഓവറിനടുത്തേക്ക് വിളിച്ചു. മദ്യം വാഗ്ദാനം ചെയ്ത് കുടിപ്പിച്ചതിനെ തുടർന്ന് ബോധം നഷ്ടപ്പെട്ട സമ്പത്തിൻ്റെ ചെവിയിൽ രാജയ്യ കീടനാശിനി ഒഴിച്ചു. സംഭവ സ്ഥലത്ത് വച്ച് തന്നെ സമ്പത്ത് മരിച്ചു. അടുത്ത ദിവസം രമാദേവി ഭർത്താവ് കാണാതായെന്ന പരാതി പോലീസിന് നൽകി. പോസ്റ്റ്മോർട്ടം വേണ്ടെന്ന് രാജയ്യയും രമാദേവിയും ആവശ്യപ്പെട്ടത് സംശയം വർദ്ധിപ്പിച്ചു. സമ്പത്തിൻ്റെ മകനും മരണത്തിൽ ദുരൂഹത ആരോപിച്ചിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഭാര്യയും 2 കാമുകന്മാരും പോലീസിൻ്റെ വലയിലായത്. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.